ഹലോ ഫ്രണ്ട്സ്, അപ്പം നമ്മളിന്ന് നമ്മുടെ കൊണ്ടാട്ടങ്ങളാട്ടോ പരിചയപ്പെടുത്തി തരുന്നത്. മഴക്കാലം കുറച്ച് കളറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച കൊണ്ടാട്ടങ്ങളാട്ടോ ഇത് അരിക്കൊണ്ടാട്ടം. കുറച്ച് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് അരിക്കൊണ്ടാട്ടമാണ് കേട്ടോ. കുറച്ച് നല്ല ആദ്യത്തെ ദിവസം തന്നെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയാൽ ആള് സൂപ്പറാകുക കേട്ടോ. ഇതാണ് അരിക്കൊണ്ടാട്ടം. കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് ബേക്കറി ഒന്നും വേണ്ടിയില്ല, അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കേട്ടോ. പിന്നെ അതടുത്തത് മാങ്ങ കൊണ്ടാട്ടമാണ് കേട്ടോ. ഇത് മാങ്ങ ഒരുപാടുണ്ടായിരുന്നു. അപ്പം മാങ്ങ ഉപ്പിലിട്ട് വെച്ചാലൊക്കെ കേടുവന്ന് പോവുകയാണ്. അപ്പം മാങ്ങ നന്നായിട്ട് കഴുകി ഉണക്കി ഉപ്പിട്ടിട്ടാട്ടോ ഉപ്പിട്ട് ഉണക്കി നല്ല വെയിലത്തിട്ട് 2-3-4 ദിവസം നല്ല വെയിലത്ത് കടന്നാൽ നല്ല ഷാർപ്പായിട്ടാട്ടോ ഇരിക്കുന്നത്, ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് ചമ്മന്തി അരയ്ക്കാൻ എന്താവശ്യത്തിന് വേണമെങ്കിലും കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് മായാക്കി കഴിഞ്ഞാൽ നല്ല എപ്പോഴും മാങ്ങ ഫ്രഷ് മാങ്ങയിലും ആയിരിക്കും കേട്ടോ. അച്ചാർ വേണമെങ്കിൽ ഇടാം, ചമ്മന്തിയിലിടാം, കറികളിലൊക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ വെച്ച് ഒരുപാട് കാലം നമുക്ക് മാങ്ങ ഉപയോഗിക്കാം. പിന്നെ ഇത് മുളക് കൊണ്ടാട്ടം മോരിലിട്ട് ഉണക്കി അങ്ങനെ ഓരോ ദിവസം വെയിലത്തിട്ട് പച്ചമുളക് കീറി വെയിലത്തിട്ടതിന് ശേഷം ഇങ്ങനെ ഓരോ ദിവസം വെയിലത്തിട്ടതിന് ശേഷം പിന്നെയും ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെയും വെള്ളത്തിലിടും, മോരിലിടും കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയെടുത്തതാണ് മുളക് കൊണ്ടാട്ടം കേട്ടോ. അതിന് നന്നായിട്ട് വെയിലുള്ള സമയത്താട്ടോ. അതൊക്കെ വേനൽക്കാലത്ത് കുറച്ച് കഷ്ടപ്പെട്ടാലും മഴക്കാലത്ത് നല്ല ടേസ്റ്റിലിരുന്ന് കഴിക്കാം കേട്ടോ. അതേമാതിരിക്ക് തന്നെ ഇത് കൈപ്പയ്ക്ക പയർ കൊണ്ടാട്ടിട്ട് ഇതൊന്ന് ചെറുതായിട്ട് നുറുക്കണം. പിന്നെ അടുപ്പത്തിട്ടൊന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. എന്നിട്ട് വെയിലത്തണ്ടിട്ടാൽ ഓരോ ദിവസം വെയിലത്ത് ഉണക്കി അങ്ങനെ എടുത്താൽ നല്ല സൂപ്പറായിട്ടോ. ഇതാണ് കൈപ്പയ്ക്ക പിന്നെ പയറും കൂടി ആട്ടോ കൊണ്ടാട്ടത്. പിന്നെ അടുത്തത് നമ്മുടെ പൂള കൊണ്ടാട്ടം, മരച്ചീനി കൊണ്ടാട്ടം എന്നൊക്കെ പറയട്ടോ. ഇത് എപ്പോഴും നല്ല ചിലവാട്ടോ. അതാണ് ഇത് കഴിയാറായിരുന്നു. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അരിക്കൊണ്ടാട്ടം പിന്നെ നമ്മൾ സ്റ്റോക്ക് തോന്നുള്ളതുകൊണ്ട് അതാണ് അളകാത്തത്. ഇതാണ് പൂള കൊണ്ടാട്ടം കേട്ടോ. ഇത് തന്നെ ചെറുതായിട്ടൊന്ന് പൂള വേവിച്ചിട്ട് നുറുക്കി വെയിലത്തിട്ട് ഉണക്കി ഉണ്ടാക്കേണ്ട കേട്ടോ. കുറച്ച് റിസ്ക്കാണ് കൊണ്ടാട്ടം ഉണ്ടാക്കാൻ, പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞാൽ മഴക്കാലത്തൊക്കെ നല്ല രസമായിരിക്കും കേട്ടോ. പിന്നെ മുളകൊക്കെ നല്ല രസമായിരിക്കും മോരുകൂട്ടാൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ മഴക്കാല കളക്ഷനായിട്ടുള്ള കൊണ്ടാട്ടങ്ങൾ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബായ്.